ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഓൾ. സോ എല്ലാ ദിവസവും ചെയ്തു വരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ വീക്കെൻഡൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊരു പുതിയ വീക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് ഒന്ന് നോക്കണം. ലാസ്റ്റ് ഡേ നമുക്കറിയാം, നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഫ്ലാറ്റ് ഡേ ആയിരുന്നു. സോ ഇനി നമുക്ക് ന്യൂ വീക്കാണ് ആൻഡ് വീക്കെൻഡും അതോടൊപ്പം തന്നെ നമുക്ക് എക്സ്പയറീസ് വരുന്നത് മന്ത്ലി എക്സ്പയറീസും കൂടിയാണ് വരുന്നത്. സോ കുറച്ചും കൂടി വോളറ്റാലിറ്റി പ്രതീക്ഷിക്കാം. ആ ലെവൽസിലാണ് നിൽക്കുന്നത്. സോ അപ്പം നമുക്ക് ലെവൽസ് ഒന്ന് നോക്കാം. അതോടൊപ്പം തന്നെ OA ചാർട്ട് വെച്ചിട്ടും എങ്ങനെയാണ് ഇമ്പോർട്ടൻറ്റ് ലെവൽ കാര്യങ്ങൾ, മീൻസ് എവിടെയാണ് നല്ല കോൾ ആൻഡ് പുട്ട് ബിൽഡപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ആൻഡ് ലാസ്റ്റ് വീക്ക് നമ്മൾ ഓൾറെഡി എന്താ പറയുക, നമുക്ക് സൈഡ് വേസ് ആയതുകൊണ്ട് അപ്പോൾ അതിൽ അനാലിസിസ് നടത്തി നമ്മൾ ഇനി ഇതാക്കുന്നില്ല. ഓൾറെഡി നമുക്കറിയാം നല്ല രീതിയിൽ സൈഡ് വേസ് തന്നെ ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്കുള്ള എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നിഫ്റ്റി ലാസ്റ്റ് ഡേ നമുക്ക് നല്ലൊരു ഫ്ലാറ്റ് തന്നെ ആയിരുന്നു. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ റെസിസ്റ്റൻസ് 22,500 ആൻഡ് 22,200 സ്റ്റാഡിലായിരുന്നു. ദെൻ സപ്പോർട്ട് 22,000 ആയിരുന്നു. ആൻഡ് ഇതിൽ നമുക്ക് ചേഞ്ച് വരുന്നുണ്ടോ എന്ന് നോക്കാം. നിഫ്റ്റി ഇത് മന്ത്ലി ഓയാണ്. മന്ത്ലി ഓയ വെച്ച് നോക്കുമ്പോൾ സെയിം സ്റ്റാഡിൽ 22 ഇവിടെ നമുക്ക് നല്ല റെസിസ്റ്റൻസ് ഒന്നുമില്ല. 22,200 സ്റ്റാർട്ടിൽ തന്നെയാണ്. 22,000 സപ്പോർട്ട് ഉണ്ട്. ബട്ട് അവിടെ നമുക്ക് കോൾ ബിൽഡിംഗ് കൂടി കാണാം. ആൻഡ് ഇവിടെ നമുക്ക് എവിടെയും നല്ല ഒരു പുട്ട് ബിൽഡിംഗ് കാണുന്നില്ല. മേളിലേക്ക് അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ പറയാ, നമുക്ക് മേളിലേക്ക് കോൺഫിഡൻസ് ആയിട്ട് ആരും അത്ര ലെവൽസിൽ നിൽക്കുന്നില്ല. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 22,300 അത് കഴിഞ്ഞിട്ട് 22,500 തന്നെയാണ്. അപ്പൊ ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് 22,500 ആയിട്ട് തന്നെ വെക്കാം. അത് നമുക്ക് ഒന്ന് വീക്കിലിയും കൂടി നോക്കാം. വീക്കിലിയിലും സബ്ജക്റ്റ് ഒന്നും മാറുന്നില്ല, സെയിം തന്നെയാണ്. 22,200 സ്ട്രാഡിലായിട്ട് തന്നെ പോകുന്നു. 22,500 റെസിസ്റ്റൻസ് ആയിട്ട് പോകുന്നു. സപ്പോർട്ട് ഉണ്ട് 22,000. അതോടൊപ്പം കോൾ ബിൽഡിംഗ് ഉണ്ട്. നമുക്ക് മീൻസ് റെഡായി കുറച്ചൊന്ന് ഇതാക്കാം. ആൻഡ് 0.8 PCR PCR 0.8 ബിയറിഷ് തന്നെയായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് 22,000 ഇപ്പോൾ മീൻസ് പുട്ട് കുറച്ച് കോള് കുറച്ച് കയറി വരുന്നുണ്ട്. സോ അപ്പം ഒരു റെഡ് ലൈനും കൂടി അതിൻ്റെ അടുത്ത് തന്നെ വെക്കുകയാണ്. ബിക്കോസ് നമുക്ക് അവിടെ ഒരു കോൾ ബിൽഡിങ്ങും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഐഡിയ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കോൾ ബിൽഡിങ്ങും കൂടി വെക്കുകയാണ്. ആൻഡ് 22,200 സ്റ്റാഡിൽ നിൽക്കുന്നത്. അവിടെ തന്നെ 22,500 റെസിസ്റ്റൻസും അവിടെ തന്നെ 0.8 PCR കുറച്ച് വീക്ക്നെസ് സൂചിപ്പിക്കുന്നു. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി കൺസോൾട്ടേഷൻ തന്നെയായിരുന്നു. ബട്ട് സ്ലൈറ്റ്ലി നമുക്ക് എന്താ ഒരു നെഗറ്റീവ് ബയസ് ആയിരുന്നു. ആൻഡ് സപ്പോർട്ട് ഡിമാൻഡ് സോണിൽ സപ്പോർട്ട് എടുത്തായിരുന്നു. ഈ ഡിമാൻഡ് സോണിന്റെ ഇത് മാറ്റിയെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് സോണിലെ ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്തേക്കുന്നത്. ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ നമുക്ക് OA ചാർട്ട് ഒന്ന് നോക്കാം. വീക്ക്ലിയിൽ നോക്കാം. വീക്ക്ലിയിൽ ബാങ്ക് നിഫ്റ്റിക്ക് 47 സ്ട്രാഡിലുണ്ട്. നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടിന്റെ മിസ് ഇവിടെ കാണാം. 46,500 ഒരു കോൾ ബിൽഡിംഗ് വരുന്നുണ്ട്. ദെൻ ഇങ്ങാടൊക്കെ നമുക്ക് കോൾ ബിൽഡിംഗ് കുറയുന്നുണ്ട്. ഏറ്റവും മാക്സിമം നമുക്ക് എന്താക്കുന്നില്ല, പുട്ടാണ് ഇല്ലാത്തത് ഇവിടെ. ആൻഡ് കോള് അത്യാവശ്യം എല്ലായിടത്തും ഉണ്ട്. 47,500 റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നു. താഴേക്ക് റെസിസ്റ്റൻസ് സപ്പോർട്ട് ഇല്ല ആൻഡ് വീക്ക്നെസ് തന്നെയാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ഈ ലെവലായിരുന്നു പറഞ്ഞത്. 47,500 റെസിസ്റ്റൻസ് സ്റ്റിൽ അവിടെ തന്നെയുണ്ട്. ആൻഡ് 47,000 അല്ല 47,500 സ്ട്രാഡിൽ ഫോം ചെയ്തേക്കുന്നത്. 46,800 ലാസ്റ്റ് ക്ലോസിങ് വരുന്നത്. 46,800 47,000 സ്റ്റിൽ സ്ട്രാഡിൽ ഉണ്ട്. ഓക്കെ, ഇത് റെസിസ്റ്റൻസ് ആണെന്ന് മാത്രം. 47 നമ്മൾ ഒരു റെഡിഷ് കൊടുക്കാം. 47 സ്ട്രാഡിലുണ്ട്. 46,500 ഓക്കെ, ഓൾറെഡി സപ്പോർട്ട് തന്നെ ഉണ്ട്. 46,500 സപ്പോർട്ട് ഉണ്ട്, പക്ഷെ വളരെ കുറഞ്ഞു നിൽക്കുന്നു. അതോടൊപ്പം കോളും ബിൽഡ് ചെയ്ത് വരുന്നുണ്ട് അവിടെയൊക്കെ. അപ്പം അതും കാണാം. അപ്പോൾ 46,500 സപ്പോർട്ട് തീരെ കുറഞ്ഞാണ് നിൽക്കുന്നത്. ആൻഡ് ഓക്കെ, 46,500 കുറച്ച് താഴെ എടുക്കാം. ആൻഡ് സപ്പോർട്ടാണ് അവിടെ, ലൈറ്റ് സപ്പോർട്ടാണ്. ഓക്കെ, അവിടെ 46,400 ജസ്റ്റ് ഒന്ന് ഇട്ടതാണ്. ബിക്കോസ് അവിടെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഒരു ബോക്സ് തന്നെയുണ്ട്. നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഇതാണ് ഓൾറെഡി പറയുന്നത്. ബിക്കോസ് നമുക്ക് വീക്ക്നെസ് ആണ്, മീൻസ് മന്ത്ലിയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം സെയിം ആയിട്ട് തന്നെ പോകുന്നത്. മന്ത്ലിയിൽ നമുക്ക് വീക്ക്നെസ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. 47 സ്ട്രാഡിലുണ്ട്, ബട്ട് അവിടെ നമുക്ക് പുട്ട് കുറഞ്ഞു വരുന്നു, അൺവൈൻഡിങ് നടക്കുന്നു. ആൻഡ് താഴെയാണെങ്കിൽ പുട്ട് ബിൽഡിങ്ങും കാണാനില്ല, ആൻഡ് മുകളിലേക്ക് നമുക്ക് നല്ല കോൾ ബിൽഡിങ്ങും, ഇവിടത്തെക്കാളും കൂടുതൽ കോൾ ബിൽഡിംഗ് ഇവിടെ കാണാം. അപ്പോൾ ഫീലിംഗ് റെസിസ്റ്റൻസ് തന്നെയാണ് അവിടെ രണ്ട് സൈഡിൽ നിന്നും ഉള്ളത്. ദെൻ ഇനി നമുക്ക് FIDA ഡാറ്റ ഒന്ന് നോക്കാം. ലാസ്റ്റ് ഡേ FISന്റെ ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആണ് നോക്കുന്നത്. സി ഇവിടെ നമുക്ക് കോൾ അൺവൈൻഡിങ് ആണ് നടത്തുന്നത്. ലോങ്ങിലേക്കൊന്നും കോള് വരുന്നില്ല, ആൻഡ് പുട്ടാണ് അവിടെ വരുന്നത്, അത് ബിയറിഷ്നെസ് ആണ്. ആൻഡ് FISും സെല്ലിങ്ങിലേക്ക് വന്നു. ബിക്കോസ് ലാസ്റ്റ് അത്രയും മാർക്കറ്റിൽ സെല്ലിംഗ് ഉണ്ടായിട്ട് അവർ സെല്ലിങ്ങിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല, അത് നമ്മളൊരു പോസിറ്റീവായിട്ട് പറഞ്ഞു. ബട്ട് ലാസ്റ്റ് ഫ്രൈഡേ അവർ സെല്ലിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. -2,089 ക്വാണ്ടിറ്റീസ് ആയിരുന്നു വരുന്നത്. ആൻഡ് ഇൻഡെക്സ് ഓപ്ഷൻസിലും ഒരു പുട്ട് ലോങ്ങിലേക്കും കോള് കുറച്ച് മാത്രമേ ലോങ് വന്നിട്ടുള്ളൂ. സോ അത് നമുക്ക് ബെയറിഷ് ആയിട്ട് കാണുന്നത്. ആൻഡ് ലാസ്റ്റ് ഡേ വെച്ച് നോക്കുമ്പോൾ കോളിൻ്റെ ലോങ് കുറഞ്ഞു വരുന്നുണ്ട്, ആൻഡ് അതും നമുക്ക് ബെയറിഷ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. ദെൻ നമ്മൾ FIS ഫ്യൂച്ചേഴ്സ് എല്ലാ ദിവസവും കുറഞ്ഞു വരുന്നത്. ദെൻ ലാസ്റ്റ് നമുക്ക് ഒരു 34 നിന്ന് 37 വന്നു, ബിക്കോസ് അവിടെ നമുക്ക് കുറഞ്ഞില്ല, ആൻഡ് അതും ഒരു ബിയറിഷ്നെസ് കൂട്ടാൻ ഉള്ള ചാൻസ് ആണ്. ദെൻ ഇനി നമുക്ക് പ്രോ നോക്കാം. പ്രോയുടെ വെച്ച് നോക്കുമ്പോൾ പ്രോയിലും എന്താ പറയുക, ബെയറിഷ്നെസ് ആണ്. ബിക്കോസ് നമുക്ക് ലോങ്ങിലേക്ക് പുട്ടും ആൻഡ് കോള് അൺവൈൻഡിങ് ആണ് നടന്നേക്കുന്നത്. ആൻഡ് ഇവിടെയും ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലാണെങ്കിലും അവർ സെല്ലിംഗ് മോഡിലാണ്. സോ രണ്ടുപേരും ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് സെല്ലിങ്ങിലാണ്. ആൻഡ് ഇവിടെയും ഇൻഡെക്സ് ഓപ്ഷൻസിലാണെങ്കിലും രണ്ടുപേരും എന്താ പറയുക, കോളിലേക്ക് പുട്ടാണ് അവർ മെയിനായിട്ട് ലോങ്ങിലേക്ക് നിൽക്കുന്നത്, ആൻഡ് കോള് മീൻസ് കുറച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇവിടെ പ്രോയും സെല്ലിംഗ് ഫിഗറിലേക്ക് വന്നിട്ടുണ്ട്, പ്രോ ഫ്യൂച്ചേഴ്സ്. സോ FIDA ഡാറ്റ നമുക്ക് നല്ല രീതിയിൽ വീക്കാണ് കാണിക്കുന്നത്. ദെൻ അതോടൊപ്പം തന്നെ നമുക്ക് ക്യാഷ് മാർക്കറ്റ് നോക്കുകയാണെങ്കിലും ക്യാഷ് മാർക്കറ്റിൽ FISന്റെ പോസിറ്റീവായിട്ട് രണ്ടുപേരും പോസിറ്റീവായിട്ട് നിൽക്കുന്നത്. 1,276 crore ആൻഡ് ഡേസും 177 crore. അപ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലാണ് അവർ നല്ല രീതിയിൽ വീക്ക്നെസ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് മീൻസ് ക്യാഷ് മാർക്കറ്റിൽ കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ബയാസിലാണ് നിൽക്കുന്നത്. ദെൻ ഇനി നമുക്കൊരു 4 hour ക്യാൻഡിൽസ് വെച്ച് നോക്കാം. നമ്മൾ പറഞ്ഞു നമുക്ക് ഇവിടെ നമുക്ക് ഇവിടെ കയറുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ ആയിരുന്നു വരുന്നത്. ഇവിടെ വരുന്നു, ദെൻ താഴേക്ക് വരുന്നു, ദെൻ വരുന്നു, പിന്നെയും വരുന്നു. ആൻഡ് ഇവിടെ ഇപ്പോൾ കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ടോ ദെൻ ഒരു റീടെസ്റ്റ്, പിന്നെ ഇങ്ങനെ, ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഇപ്പോൾ നമുക്ക് നല്ലൊരു അപ്കമിങ് മൂവ് കിട്ടണമെങ്കിൽ 4 hour ക്യാൻഡിൽ വെച്ച് നോക്കാം. നല്ലൊരു ബ്രേക്ക് ഔട്ട് ആയിരുന്നു, ഇവിടെ നമുക്ക് നല്ലൊരു സപ്പോർട്ട് ആയിരുന്നു. ഇവിടെ നല്ലൊരു ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് മേളിലേക്ക് പോവാം. അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഓൾ ടൈം ഹൈ ഉണ്ട്, ബാങ്ക് നിഫ്റ്റി ഒരു ഓൾ ടൈം ഹൈ ഉണ്ട്. ഇവിടെ ബ്രേക്ക് ചെയ്താൽ ഓൾ ടൈം ഹൈ ടെസ്റ്റ് ചെയ്യും, ആൻഡ് അവിടെ നിന്ന് വേണമെങ്കിൽ റിവേഴ്സും വേണമെങ്കിൽ സംഭവിക്കാം. സോ ഇതാണ് ബാങ്ക് നിഫ്റ്റിക്ക് ഉള്ള ഒരു ചാൻസസ് ഉള്ളത്. ദെൻ ഇനി നമുക്ക് നിഫ്റ്റി പറയുകയാണെങ്കിൽ നിഫ്റ്റിയും ഓൾമോസ്റ്റ് ആ ലെവലിലൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. നിഫ്റ്റിയുടെയും ഇമ്പോർട്ടൻറ്റ് ലെവൽ തന്നെയാണ്. ഇവിടെ നമുക്ക് കാണാം നിഫ്റ്റിയും ഇവിടെ ഈ ബോക്സിൽ വരുന്നു, ആൻഡ് സെല്ലിങ് വരുന്നു, പിന്നെ സ്ലോലി വന്നിട്ട് ബോക്സ് വന്നു, സെല്ലിങ്ങിലേക്ക് വന്നു, ദെൻ ബോക്സ് വന്നു, ആൻഡ് സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തു. ബട്ട് അവിടെ നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. ബട്ട് നമുക്ക് എന്താ പറയുക, നമ്മൾ ക്ലിയർ ആയിട്ട് ആ ഒരു ബോക്സിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആയിട്ടില്ല. ആ ബോക്സിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നല്ല ക്യാൻഡിൽ വരാം, ദെൻ ഒരു സപ്പോർട്ട് എടുക്കുക, ദെൻ റീടെസ്റ്റിൽ നമുക്ക് മീൻസ് ഒരു പുൾ ബാക്കോ അങ്ങനെ കിട്ടുക. സോ അപ്പോൾ വെയിറ്റ്, നമുക്ക് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അതോടൊപ്പം തന്നെ FIDA ഡാറ്റ കൂടി നോക്കുക, ആൻഡ് എന്നിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ കണ്ടതിന് ശേഷം മാത്രം മീൻസ് ലോങ് ട്രേഡിലേക്ക് കയറാം. അല്ലെങ്കിൽ എപ്പോഴും ട്രേഡ്സിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. എപ്പോഴും കൃത്യമായ ലെവൽസ് നിൽക്കുമ്പോൾ ഏത് സൈഡ് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ വീക്ക്നെസ് ആണ്, FIDA ഡാറ്റയൊക്കെ വീക്ക്നെസ് ആണ് തരുന്നത്. ആൻഡ് അതോടൊപ്പം തന്നെ ബട്ട് ചാർട്ടിൽ നമുക്ക് വീക്ക്നെസ് ഫീൽ ചെയ്തിട്ടില്ല. പ്രൈസ് ആക്ഷനും കൂടി നോക്കുക, ആൻഡ് പ്രൈസ് ആക്ഷനിലും കൂടി നമുക്ക് വീക്ക്നെസ് ആണെങ്കിൽ എന്തായാലും ബിയറിഷ് കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതല്ല ബ്രേക്ക് ഔട്ട് തന്നെയാണ്. ഇപ്പോൾ രണ്ടുപേരും FISന്റെ സെല്ലിങ് കുറഞ്ഞു, ആൻഡ് DASും അത് തന്നെ പ്രോയും സെല്ലിങ് കുറഞ്ഞിട്ട് ദെൻ ഒരു ന്യൂട്രലാണ്. ആൻഡ് ഏത് സൈഡിലേക്ക് വന്നു അവർ ആ സൈഡ് വെച്ചിട്ട് ലോങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. വേണമെങ്കിൽ
FAS ലോങ് ഡൗൺ സൈഡ് ആക്കാം, അതുപോലെ തന്നെ പ്രോയും ഡൗൺ ആക്കാം, മീൻസ് നെഗറ്റീവ് സെല്ലിംഗ് കൂട്ടാം. പിന്നെ അതല്ല ബൈയിങ്ങും കൂട്ടാം, മീൻസ് FAS കുറച്ച് വരുന്ന സാധനം മീനിങ്ങിൽ അത് ബൈയിങ്ങിലേക്ക് പോവാം. സോ അപ്പൊ DASും മേ ബി അത് ബൈയിങ്ങിലേക്ക് തന്നെ കൊണ്ടുവരാം. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചാർട്ടും നല്ലൊരു ബ്രേക്ക്ഔട്ടും കൂടി തന്നാൽ ലോങ് ട്രേഡ്സിന് നോക്കാൻ പറ്റാവുന്നതാണ്. സോ അപ്പൊ അതൊക്കെയാണ് നമ്മളൊരു കൺക്ലൂഷൻ ആയിട്ട് പറയാനുള്ളത്. എപ്പോഴും ലെവൽസിന്റെ കാര്യങ്ങൾ തന്നെ ശ്രദ്ധിച്ച് വാച്ച് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.